പ്രാവശ്യം LDF ആവുമെന്നാണ് പ്രതീക്ഷ. ഇവിടെ അതുപോലെ തന്നെ ഒരു 10,000 വോട്ടിന്റെ ലീഡിന് അയാൾ ഈ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ വിജയിക്കും. എടുത്തു പറയത്തക്ക ഒരു വികസനവും ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ നജീബ് കാന്തപുരത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ നാട്ടിലെ പട്ടിണി മാറിയിരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടാണ്. ആ ഒരു വോട്ട് കൊടുത്തതിന്റെ നന്ദി ഉപരി കാണിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ആവേശം ഓരോ ദിവസം കൂടുന്തോറും കൂടുതൽ സജീവമാവുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ചൂട് കൂടുതൽ ചൂടേറുകയാണ്. ഇന്ന് ജനമനസ്സുകളുടെ അഭിപ്രായം തേടിക്കൊണ്ട് ചാനൽ എത്തി നിൽക്കുന്നത് മേലാറ്റൂരിലാണ്. പെരിന്തൽമണ്ണയുടെ രാഷ്ട്രീയ ഗോതയുടെ ചിത്രം എന്താണ്? മേലാറ്റൂരിലെ ജനത പ്രതികരിക്കുന്നു. പെരിന്തൽമണ്ണയുടെ ജനമനസ്സിൽ ആരെന്ന്. എങ്ങനെയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം? എന്താണ് പെരിന്തൽമണ്ണയുടെ ഒരു രാഷ്ട്രീയ ചിത്രം? പെരിന്തൽമണ്ണനെ പറ്റി പറയുകയാണെങ്കിൽ വികസനം പ്രാവശ്യം LDF ആവുമെന്നാണ് പ്രതീക്ഷ. പിന്നെ ഇപ്പൊ കാണുന്നില്ലേ വികസനങ്ങളൊക്കെ നാട്ടിലൊക്കെ കാണുന്നില്ലേ? പെൻഷൻ കൊടുക്കുന്നുണ്ട്. 35 വയസ്സായ സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങള് കുഴപ്പങ്ങളൊന്നുമില്ല. വികസനം ഇപ്പോ LDF തന്നെയാണെന്നാണ് സാധ്യത. അനീഫ പെരിന്തൽമണ്ണ LDF സ്ഥാനാർത്ഥി പാർട്ടി സഖാവാണ്. പിന്നെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 10 വർഷം എന്ന് പറഞ്ഞ ഇവര് പറയണ ഇതൊന്നുമല്ല. ഏതെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു അനുകൂലം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ എന്റെ ഭാര്യക്കടക്കം 1000 റുപ്യ മൊബൈലിൽ അറിയാലോ. എല്ലാതും കൊടുത്തു, എല്ലാത്തിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇതുണ്ടോ? പിന്നെ എന്ത് കാര്യത്തില്ല. പിന്നെ ആരാ ഭരിക്കുക? ഞാൻ ഇവരവിടെ പോയി പിന്നെ ആരാ ഭരിക്കുക? UDF പറകൊണ്ടും കഴിയില്ല. ഓക്കെ, അതാണ് ചിത്രം. ഇവിടെ കേൾക്കുന്ന അതുപോലെ തന്നെ കാരണം മുഖ്യ വികസനം പിന്നെ മാർക്സിസ്റ്റ് ഭരണം അറിയുന്ന ഒരു കാര്യമല്ലേ 10 വർഷമായിട്ട്. അതിന് കാരണം UDF ജയിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ മണ്ഡലത്തില് എന്തായാലും അനീഫയാണ് ജയിക്കുള്ളത്. അതിനുള്ള കാരണങ്ങളുണ്ട്. ഒന്നാമത് നജീബ് കാന്തപുരം MLA എന്നുള്ള നിലക്ക് ലാമന്തോള് മുതൽ ഒലിപ്പുഴ വരെ ആണ് ഒരു മെയിൻ റോഡ് ഇതിലെ പാസ് ചെയ്ത് പോകുന്നത്. ആ റോഡിന്റെ വർക്ക് പൂർത്തിയാക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. എടുത്തു പറയത്തക്ക ഒരു വികസനവും ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ നജീബ് കാന്തപുരത്തിന് കഴിഞ്ഞിട്ടില്ല. അയാളിപ്പോ ഉയർത്തിക്കാട്ടുന്നത് അയാൾ സ്വകാര്യ മേഖലയിൽ തുടങ്ങിയ സംരംഭങ്ങളില് കുട്ടികളെ ചേർത്തു പഠിപ്പിച്ചു എന്നല്ലാതെ വെറും റീൽസ് മാത്രം ഇട്ട് നടക്കുന്ന ഒരു MLA ആണ് ഇപ്പൊ നിലവിലുള്ളത് നജീബ് കാന്തപുരം. ഈ മേലാറ്റൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ പഞ്ചായത്തുകളെ പൂർണ്ണമായും അവഗണിച്ച ഒരു MLA ആണ്. ഇപ്പോഴാണ് ഇപ്പൊ ഇത് UDF ഭരണത്തിൽ വന്നത്. അതിനുശേഷം തറക്കല്ലിടല് മാത്രമല്ലാതെ ഈ അവസാന സമയത്ത് ഒരു തറക്കല്ലിടലോ പ്രാദേശിക റോഡുകള് പഞ്ചായത്ത് റോഡുകള് ടാർ ചെയ്തത് ഫോട്ടോ എടുത്തിട്ട് ഉദ്ഘാടനം ചെയ്ത് നടക്കുന്ന ഒരു MLA ആണ് ഇപ്പൊ നിലവില് നജീബ് കാന്തപുരം. നജീബ് കാന്തപുരം ഈ മണ്ഡലത്തിൽ പരാജയപ്പെടും. അനീഫ എന്നുള്ളത് പെരിന്തൽമണ്ണ പ്ലാമന്തോള് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ പാർട്ടിയിലെ നല്ലൊരു ശക്തനായ ഒരു സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തില് ഈ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. എന്തായാലും നല്ലൊരു ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 38 വോട്ടിന് നഷ്ടപ്പെട്ട മണ്ഡലം ശക്തമായി തിരിച്ചു പിടിക്കും. ഇലക്ഷനിൽ ഇപ്പോ ഏതാ ജയിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയില്ല. എല്ലാവർക്കും ഇവിടെ കോൺഗ്രസ് ജയിക്കാന്നാണ്. ഇപ്രാവശ്യം തുടർഭരണമുണ്ടാവും എന്ന് നജീബ് കാന്തപുരം. ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നജീബ് കാന്തപുരത്തിന്റെ ഒരുപാട് വികസനങ്ങളുണ്ട്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തില് 6 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി അടക്കുന്ന പഞ്ചായത്താണ്, ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്നും വേണ്ട അയാളുടെ ക്രിയ. നമ്മുടെ IAS പഠിക്കണ ഇഷ്ടം പോലെ ഒരുപാട് സാധാരണക്കാർ എൻ്റെ വാർഡിൽ നിന്നടക്കം ഒരു കുട്ടിനെ MBBS ഒക്കെ എത്തിച്ചിട്ടുണ്ട്. അയാളിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രണ്ടാം വർഷം ഡിഗ്രി പഠിക്കുകയാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നജീബ് ചെയ്തിട്ടുണ്ട്. ജനപിന്തുണയുണ്ട്. എന്തായാലും അയാൾ ജയിക്കും. ഒരു 10,000 വോട്ടിന്റെ ലീഡിന് അയാൾ ഈ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ വിജയിക്കും എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. മണ്ഡലത്തിൽ ജയിക്കും. മറ്റേ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ തന്നെ. ഈ നാട്ടിലെ പട്ടിണി മാറിയിരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടാണ്. പൂച്ചക്ക് ചോറ് വേണ്ട, പട്ടിക്ക് ചോറ് വേണ്ട, കാക്കക്ക് ചോറ് വേണ്ട. ഓരോരോ വീട്ടിലെ ബാക്ക് ചെന്നൊക്കെ ചോറ് കിടക്കണമെങ്കിൽ പിന്നെ എന്ത് കിട്ടണമെന്നാ ഈ പരി പറയണത്? എല്ലാവർക്കും തന്നെ ഇഷ്ടമാരി. ഒരു 10 കൊല്ലം മുമ്പ് മീൻ മാർക്കറ്റിലെ പൂച്ചന്റെ വാരിയത് വർഷം പോക്കാണ് നിങ്ങൾ പള്ള തിന്നിട്ടാണ്.
പെൻഷന്റെ കാര്യം കൊണ്ട് തന്നെയാണ് ഈ പറയണത്. ഇഷ്ടമാതിരി അരിയും പിന്നെന്താ നീ പറയാല്, ഇതാണ് സത്യം. പെരിന്തൽമണ്ണ എല്ലായിടത്തും അടുത്ത വർഷം ജയിക്കും. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നജീബ് കാന്തപുരം ജയിക്കും. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. കാരണം ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് അക്കാദമിക് പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് അങ്ങനെ ഒരുപാട് പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നല്ലൊരു പ്രവർത്തനമാണ് നജീബ് കാന്തപുരം ഈ 5 വർഷത്തിനിടയ്ക്ക് നമുക്ക് പെരിന്തൽമണ്ണയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നജീബ് കാന്തപുരം നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. പെരിന്തൽമണ്ണ ഇപ്രാവശ്യം നല്ല ടൈറ്റ് മത്സരമാണ്. കണ്ടറിയണം. സ്ഥാനാർത്ഥികൾ രണ്ടും മികവുറ്റവരാണ്. നമ്മളെ പാർട്ടി LDF നജീബ് കാന്തപുരം ഭൂരിപക്ഷം ഇപ്പൊ പറയാൻ പറ്റില്ല. LDF വരാനാണ് 75% സാധ്യത. ലീഗ് ജയിക്കും. നല്ല അഭിപ്രായമാണ്. ഭൂരിപക്ഷം ഒരു 3000. വരുന്നത് നമ്മളെ ഹനീഫാക്കു ജയിച്ചു. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നജീബ് കാന്തപുരം 38 വോട്ടിനാണ് ജയിച്ചത്. അപ്പൊ ഹനീഫാക്ക് ഫുൾ സപ്പോർട്ടാണ്. പെരിന്തൽമണ്ണ UDF ജയിക്കും. പെരിന്തൽമണ്ണയിൽ ജയിക്കാൻ സാധ്യത കൂടുതൽ LDF-ന് ഹനീഫ. നജീബ് കാന്തപുരേ ജയിക്കുള്ളൂ. ഇവിടെ നല്ല വികസനമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിനെ അപേക്ഷിച്ചോടെ 38 വോട്ടിനാണ് അവിടെ ഭൂരിപക്ഷം അവിടെ ഉണ്ടായിട്ടില്ല. ഒരു പഞ്ചായത്തേക്കില്ല ഭൂരിപക്ഷം തന്നെ ഇല്ല. അപ്പൊ ഈ പ്രാവശ്യം ഹനീഫ് ജയിച്ചാനാണ് ഒരു 90% ചാൻസ് കാണുന്നത്. പെരിന്തൽമണ്ണനെ സംബന്ധിച്ചിടത്തോളം LDF ഇപ്രാവശ്യം എന്തായാലും തൂക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം നജീബിന്റെ ഭരണം എന്താന്ന് എല്ലാരും കണ്ടതാണ്. നജീബ് ജയിക്കും. അത് വളരെ കൃത്യമല്ലേ. നജീബ് കാന്തപുര ജയിച്ച അതിൽ യാതൊരു സംശയമില്ല. 10 കൊല്ലം വെച്ചിട്ട് ഇത്രയും നാറിയ മുഖ്യമന്ത്രി കേരളത്തിലല്ലോ. അത് നിങ്ങൾ ചിന്തിച്ചോളി. ഏത് CPM-ന്റെ ആൾക്കാരോട് 45 കൊല്ലം നിന്ന് CPM-ലെ എല്ലാ ആൾക്കാരോട് ചോദിച്ചോളി. പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം ഈ 5 വർഷം മൂപ്പര് കിട്ടിയ 38 വോട്ടിന് കിട്ടിയാലും ആ ഒരു വോട്ട് കൊടുത്തതിന്റെ നന്ദി മൂപ്പര് കാണിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ആവേശം ഓരോ ദിവസം കൂടുന്തോറും സജീവമാവുകയാണ്. വലിയ പ്രതീക്ഷയോട് കൂടെയാണ് ഇരു മുന്നണികളും തെരഞ്ഞെടുപ്പ് ഗോതയിലുള്ളത്. മുന്നണികളുടെ പ്രതീക്ഷകൾക്കൊപ്പം കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. മേലാറ്റൂരിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.